എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ്, പക്ഷേ അത് കോലം കെട്ടലാകരുത്. യുവജനങ്ങളുടെ ഫാഷൻ ഭ്രമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീമതി ഗ്രേസ് ലാൽ എത്തിയിട്ടുണ്ട്. മാഡത്തിന് സ്വാഗതം. മാഡം, ഇന്ന് യുവജനങ്ങളുടെ ഫാഷൻ ഭ്രമം എന്നല്ല, അവരുടെ ആകെ ഡ്രസ് സെൻസ് ആകെ മാറിയിട്ടുണ്ട്. മാഡത്തിന് എന്താണ് അഭിപ്രായം? ഡ്രസ് സെൻസ് മാത്രമല്ല എല്ലാം മാറിയിട്ടുണ്ട്. അത് ഏതൊരു കാലഘട്ടത്തിലും യുവജനങ്ങളിലാണ് നമ്മൾ ഈ ഫാഷൻ ട്രെൻഡുകളെല്ലാം കണ്ടുവരുന്നത്. കാരണം യൗവനം എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കാലമാണ്. അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാലമാണ്. നമ്മൾ സ്വയം നമ്മളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാലമാണ്. കണ്ണാടിയുടെ മുന്നിൽ എത്ര സമയം നിന്നാലും നമുക്ക് മതി വരാത്ത കാലം. കാരണം എന്താ വെച്ചാൽ പ്രായം വരുത്തുന്ന ഒരു മാറ്റമാണ്, കൗമാരം വരുത്തുന്ന മാറ്റം, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ബോഡി ലാംഗ്വേജ് മാറുന്നു, ബോഡി സെൻസ് എല്ലാം മാറുകയാണ്. അവരുടെ ശാരീരികമായ വ്യതിയാനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ മാനസികമായ വ്യതിയാനങ്ങളും വരും. അപ്പോൾ മാനസികമായ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ കാരണം മറ്റുള്ളവരും പറയും നല്ല ചിരി നന്നായിരിക്കുന്നു, കണ്ണ് നന്നായിരിക്കുന്നു, അല്ലെ ബോഡി ഷേപ്പ് നന്നായിരിക്കുന്നു. അപ്പോൾ ആ നന്നായിരിക്കുന്നതിനൊക്കെ അവർക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവരേറ്റവും നന്നായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഡ്രസ്സിലായിരിക്കാം, മുടിചീക്കിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിരിയിൽ എല്ലാ മാറ്റങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു കൗമാരം. അതെ, കൗമാരപ്രായം ഒരു അനുകരണ ഭ്രമം കൂടുന്ന ഒരു പ്രായം. ഫിലിം സ്റ്റാർസിനെ അനുകരിക്കാൻ, അല്ലെങ്കിൽ സീരിയൽ കാണുന്ന അനുകരിക്കാൻ, അല്ലെങ്കിൽ മാഗസിനിൽ കാണുന്നത്, പരസ്യങ്ങളിൽ കാണുന്നത് അനുകരിക്കാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടാകുന്ന കാലം. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കൂടുതൽ ശ്രമിക്കുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റണമല്ലോ അവർക്ക്. ആ സമയത്ത് അത് അവർ ഇത്രയും വലുതായി എന്ന് അറിയിക്കണം. അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരേപോലെ വരുന്നുണ്ട്. അത് ഏതൊരു കാലഘട്ടത്തിലും ഉണ്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 25-30 വർഷം കഴിയുമ്പോൾ ആ ഫാഷൻ തിരിച്ചു വരുന്നതായി. വീണ്ടും നീളൻ പാവാടകളൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാഫ് സാരി, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഹാഫ് സാരിയൊക്കെ അണിഞ്ഞിരുന്നു. ഇപ്പോഴും അതൊരു പുതിയ ഭാവത്തിൽ വന്നിരിക്കുകയാണ്, കുറച്ച് വ്യത്യാസങ്ങളോടുകൂടി അത് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ഏത് ഫാഷനും അങ്ങനെയാണ്, തിരിച്ചു വരും. നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടാൻ എപ്പോഴും വളരെ നന്നായി ഡ്രസ്സ് ധരിക്കുന്നത്, നന്നായി മുടി ചീകുന്നത് ഒക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ ഫാഷൻ്റെ പേരിൽ ഒത്തിരിയേറെ കുഴപ്പങ്ങളിലേക്ക് യുവജനങ്ങൾ പോകുന്നുണ്ട്. കാരണം ആൺകുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഇന്നത്തെ ആ ഒരു സംസ്കാരം, നമുക്കൊരു സംസ്കാരമുണ്ട്. നമുക്ക് ഒരു ക്രിസ്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം നമ്മൾ പറയും. ആ ഒരു സംസ്കാരത്തിന് ചേരാത്ത രീതിയിൽ ഇപ്പോൾ വെസ്റ്റേണൈസേഷൻ, വെസ്റ്റേൺ ഡ്രസ്സുകൾ നമുക്കറിയാം, സ്ലീവ്ലെസ് അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ലെഗിങ്സ്, ഷോള് ഉപയോഗിക്കുന്നത്. ഈ ചുരിദാർ നല്ല വേഷമാണ്, വളരെ മനോഹരമായ വേഷമാണ്, ഭയങ്കര നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള വേഷമാണ്. പക്ഷെ അതിനെയും വളരെ മോശമായിട്ട്, അതെ, അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്കൊക്കെ അപ്പനും അമ്മയൊന്നും ഇല്ലേ, ഇത് അപ്പനും അമ്മയും കാണാതാണ് ഇവർ പുറത്തേക്ക് പോരുന്നത്. മാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കത്ത്. പാലായിൽ നിന്നാണ് എഴുത്ത്. റീമ. ഓക്കെ. ഞങ്ങളുടെ വികാരി അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്കിടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കത്തിന് ആധാരം. വസ്ത്രധാരണത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട മാന്യതയും ഔചിത്യവുമായിരുന്നു വിഷയം. ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഫാഷൻ ഭ്രമത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്താൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കത്താണ്. കാരണം വികാരിയച്ഛൻ അത് പറയാൻ കാരണം, ഓരോ സമയത്ത് നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് ഒരു കല്യാണത്തിന് പോകുന്ന ഡ്രസ്സല്ല നമ്മളൊരു ഫ്യൂണറലിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശവടക്കിന് പോകുമ്പോൾ ഇടും. ശവടക്കിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ല നമ്മൾ സാധാരണ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യും. അതുപോലെ പള്ളിയിൽ അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നീറ്റായിട്ട് പോവുക. കാരണം അവിടെ നമ്മൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമാണ്. നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവൻ്റെ ഏകാഗ്രതയെ കളയുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് പള്ളിയിൽ നിൽക്കുക, പിന്നെ വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് വരിക.
അത് നമ്മൾ ഔചിത്യ ബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വികാരിച്ചൻ അത് പറയാൻ കാരണം ഇപ്പോഴ് ഈ യൂണിഫോമാണ് എല്ലായിടത്തും. ഇപ്പം പിള്ളേർക്ക് ഈ കളർ ഡ്രസ്സ് ഇടാൻ കിട്ടുന്ന ഒരു സ്ഥലം ഇപ്പോൾ പള്ളിയാണ്. സൺഡേസ് പള്ളി വരുമ്പോഴാണ്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന നല്ല ഫാഷനുള്ള ഡ്രസ്സ് വേറെ ആരെയും ആരെങ്കിലും കാണിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് പള്ളിയിൽ ഇട്ടുകൊണ്ട് വരിക. പക്ഷെ പള്ളിയിൽ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിട്ട് കുർബാനയിൽ അവരുടെ പ്രാർത്ഥനയിലുള്ള കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ടാണ് വികാരിയച്ഛൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിന് വളരെ അനുകൂലിക്കുന്നയാളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമയത്തിന് ചേർന്ന അല്ലെങ്കിൽ കാലത്തിന് ചേർന്ന അവസരോചിതമായ, ഇപ്പോൾ ശവടക്കിന് പോകുന്നവരും പട്ടുസാരി കൊടുത്തു പോകുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ. ഞാൻ പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, അല്ലെ ഈ അതിന് നമ്മൾ വെച്ചിട്ട് പണ്ട് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഡ്രസ്സ് പോയി മാറിയോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടോ കരയാൻ പറ്റുമോ? നമുക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം ശവോട് കഴിയുമ്പോഴായിരിക്കും മാറുക. അതൊക്കെ പോയി. ഇപ്പൊ യൂണിഫോം, മക്കളെല്ലാം മുണ്ട, വെള്ള ഷർട്ട്, വെള്ള സാരി, കറുത്ത ബ്ലൗസ്, ഒരു എന്താ പറയാ, എല്ലാം ഒരു ആഘോഷമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. പള്ളിയിൽ വരുന്നതും അങ്ങനെ ഒരു ആഘോഷമാക്കുന്നത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്നാണ് എൻ്റെ വിചാരം. സഹി കെട്ടിട്ടായിരിക്കണം പല പള്ളികളും ഇപ്പം യൂണിഫോമിലേക്ക് വരാൻ തുടങ്ങി. തീർച്ചയായിട്ടും അത് കുട്ടികളെ അത് ശീലിപ്പിക്കാം. അത് എനിക്ക് തോന്നുന്ന പള്ളികളിലെ യൂണിഫോം അതുകൊണ്ടായിരിക്കണമെന്നില്ല. പാവപ്പെട്ടവനുണ്ട്, പണക്കാരനുണ്ട്. പണക്കാരന്റെ ഡ്രസ്സും പാവപ്പെട്ടവന്റെ ഡ്രസ്സും തമ്മിൽ ചിലപ്പോൾ പിള്ളേർക്ക് ഒരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർക്ക് ഒരു വിഷമം തോന്നാതിരിക്കാൻ യൂണിഫോം എപ്പോഴും നല്ലതാണ്. പള്ളിയിൽ ഈ അടക്കമൊതുക്കം നമ്മൾ പിന്നെ എവിടെ ശീലിപ്പിക്കുന്നത്? അത് നമ്മുടെ പള്ളിയിൽ നമ്മൾ ശീലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരെ എവിടെ ശീലിപ്പിക്കും? കാരണം കുടുംബങ്ങളിൽ ഇന്ന് അത് വളരെ കുറവാണ്. കാരണം അമ്മയും ഇത്ര ഡ്രസ്സ് ധരിക്കുമ്പോൾ അമ്മയും ജീൻസ് ഇട്ട് ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ അമ്മയ്ക്ക് മോളോട് പറയാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ആൺകുട്ടികളിൽ പെൺകുട്ടികളിൽ ആൺകുട്ടികളിലാണെങ്കിലും ഒത്തിരി വോൾഗറായിട്ട് ലോ വേസ്റ്റ് ഇട്ടിട്ട് ജോക്കി എന്നുള്ളത് അത് നമ്മൾ പ്രദർശിപ്പിച്ചിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ കാത് കുത്തുന്നു, ഡയമണ്ട് ആമ്പിള്ളേർ ഇടുകയാണ്. കാത്, ചുണ്ടിൻ്റെ അറ്റം, കണ്ണ്, പിരികം, എവിടെയൊക്കെ പുക്കിൾ, എവിടെയൊക്കെയാണ് ഈ കുത്തി വയ്ക്കുക. എന്തൊക്കെ രീതിയിൽ മനുഷ്യനെ അട്രാക്ട് ചെയ്യാൻ. അതല്ല, അവർക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ലല്ലോ. ചെറിയ ക്ലാസ് വരെ, ഒരു 4ാം ക്ലാസ് ഒക്കെ വരെ പേരൻസ് കൊടുക്കുന്ന ഡ്രസ്സാണ് പിള്ളേർക്ക് ഇഷ്ടം. പേരൻസ് മുടിച്ചിരിക്കുന്നത്, അല്ലെ പേരൻസ് ആണ് മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുന്നത്. അവരാണ് പിന്നെ ഇയാളോട് പറയുന്ന മുടി ഇങ്ങനെ കട്ട് ചെയ്യുക. പക്ഷേ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ ഒരിക്കലും അത് പറ്റത്തില്ല. പിള്ളേർക്ക് ഇഷ്ടങ്ങളുണ്ട്, അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്. തീർച്ചയായിട്ടും. അല്ലെ അവർ പിന്തിരിപ്പനാകുകയല്ലേ. അപ്പൊ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം, കുറെയൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധിച്ചു കൊടുക്കണം. സാധിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഡ്രസ്സ് അത് തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കളറ്, അവർക്ക് ഇഷ്ടമുള്ളത്. ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് മേടിച്ച് അവിടെ പെട്ടിക്കകത്ത് കൊണ്ട് വെക്കത്തേ ഉള്ളൂ. അവർ പിള്ളേർ ഇടത്തൊന്നുമില്ല. പിന്നെ നമ്മൾ പിള്ളേരെ പ്രകോപിപ്പിക്കരുത്. അതാ ഒരു പാരൻസിൻ്റെ ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കിട്ടാൽ മതി, അതും ശരിയല്ല. വൃത്തിക്കാണോ നടക്കുന്നത്? ചില അമ്മമാർ, ഇപ്പം എനിക്ക് തന്നെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ വളരെ മോശമായിട്ട് ഡ്രസ്സ് ധരിപ്പിച്ച് പിള്ളേരെ കൊണ്ട് വരുമ്പോൾ ഞാൻ പിള്ളേരെ ഇറക്കിയിട്ട് അമ്മമാരോട് പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഡ്രസ്സ് നിങ്ങളൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്ക്. നിങ്ങൾക്ക് എന്ത് ഫീലാണ് വരിക? നിങ്ങൾക്ക് എന്തെങ്കിലും വികാരങ്ങൾ ഉണ്ടാവുമോ? അത് നിങ്ങളൊന്ന് നോക്ക്. കാരണം ഈ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നൊരു കാര്യം ടീനേജിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കിഷ്ടമുള്ള, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സ്വയം സാറ്റിസ്ഫാക്ഷൻ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. കുട്ടികൾക്കൊരു സ്വയം സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളും ആൺപെൺ സൗഹൃദങ്ങളൊക്കെ വളരുന്ന ഒരു ടീനേജിൽ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. വസ്ത്രത്തിൽ മാത്രമല്ലല്ലോ ഫാഷൻ എന്ന് പറയുന്നത്. സാരിയും ബ്ലൗസും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മോഡസ്റ്റായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷെ ആ ബ്ലൗസിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വെറുതെ ഒരു ഒട്ടും സ്ലീവ് ഇല്ലാതെ, പിന്നെ ബാക്കും ഫുള്ള് ഇറങ്ങി. ഇപ്പോൾ ഓരോ കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ കാണാറുണ്ട് ഫുള്ള് കാണിച്ചുകൊണ്ട്. സാരിയും ബ്ലൗസും നല്ലതാണ്. പിന്നെ സാരി വളരെ താത്ത് ഉടുത്തിട്ട് വളരെ വൃത്തികേടായിട്ട് അത് ധരിക്കാറില്ല. പിന്നെ വളരെ എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി, 1 ലെയർ ഒക്കെ ഇട്ട് അത് നല്ലേ. അപ്പം അതുകൊണ്ട് സാരി നല്ലതാണ്, അല്ലെ ചുരിദാർ നല്ലതാണ്, ജീൻസ് നല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് വേഷം മാന്യമായിട്ട് ധരിച്ചാൽ അത് നല്ലതാണ്. ഈ ടീനേജേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഏജ് കഴിഞ്ഞവരും കൂടുതൽ. അതെന്താണെന്നറിയോ, ഒരു ഏജ് കഴിയുമ്പോൾ പേടിയാ, വയസ്സായി പോകുന്നതിന്റെ ഒരു പേടി. അപ്പൊ ആ വയസ്സായിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ഉള്ള ഒരു തത്രപ്പാടിന്റെ ഭാഗമാണത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ടീനേജേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രായമായിരുന്നോ ഇല്ല, ഫാഷന് വേണ്ടി എന്തും കാണിക്കുക, സ്വയം എക്സ്പോസ് ചെയ്യുക, ശരീരം പ്രദർശിപ്പിക്കുക, അതാണ് തെറ്റ്.
അത് പാടില്ല. ശരീരം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ഇതിനകത്ത് വസിക്കണമല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവിന് വസിക്കണമെങ്കിൽ വൃത്തിയായിട്ട് കുളിക്കുകയും വേണം, വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുകയും വേണം, നീറ്റായിട്ട് നടക്കുകയും വേണം. പക്ഷെ ഫ്രീ ആയിട്ട് കാണിക്കരുത്. കാരണം അത് ഞാൻ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആൺകുട്ടികളെ ആകർഷിക്കുന്നതിന് ഡ്രസ്സ് ധരിച്ചു, പക്ഷേ അത് കളറിലായിരിക്കാം, ഭംഗിയിലായിരിക്കാം, പക്ഷേ ഡ്രസ്സ് ധരിക്കാതില്ല. അത് ഒരാണിനും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ഈ എപ്പിസോഡിൽ പിള്ളേർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് അതാണ്. നല്ല നീറ്റായിട്ട് നടക്കുക, പക്ഷെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. കാരണം ഒരാണിൻ്റെ ലൈംഗികത ഉണരുന്നത് വളരെ പെട്ടെന്നാണ്. അത് ചിലപ്പോൾ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം മതിയാവും, പെരുമാറ്റം മതിയാവും, ഒരു ചിരി മതിയാവും. പെട്ടെന്ന് അവൻ വികാരത്തിലേക്ക് കടന്നു വരും. ചിലപ്പോൾ അവൻ ആ ഒരു എവിടെയാണെന്ന് പോലും ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് ഈ ബസ്സിലൊക്കെ വെച്ചും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ട്രെയിനിൽ ബസ്സിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മളെ. അത് വേറൊരാൾ നമ്മളെ സൂക്ഷിക്കാൻ വരത്തില്ല. എന്നിട്ട് നമ്മൾ വൃത്തിയായിട്ട് നടന്നിട്ട് ആണ് കയറി പിടിച്ചു, അതെൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമല്ലേ, അത് പറയാൻ പറ്റില്ല. കാരണം മനോരോഗികളുണ്ട്, മാനസിക വൈകല്യങ്ങളുള്ളവരുണ്ട്. എല്ലാവരും മാനസികമായിട്ട് ആരോഗ്യമുള്ളവരല്ല ഇവിടെ. അപ്പോൾ ആ മാനസിക വൈകല്യങ്ങളാണ് ഒരു പരിധിവരെ ഇത്തരം കുഴപ്പങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ മാനസിക രോഗികളും ലൈംഗിക വൈകൃതങ്ങളുള്ളവരും ഒക്കെ ആൾക്കാർക്ക് നമ്മുടെ ചുറ്റും നടപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നീറ്റായിരിക്കും. എന്തിനാ അവർക്ക് വെറുതെ ഒരു വേണ്ടാത്ത ഒരു വികാരം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. നീറ്റായിട്ട് നടക്കുക, എക്സ്പോസ് ചെയ്യാതിരിക്കുക, ഫാഷൻ്റെ പിറകെ പോയി എന്തും കാണിക്കാതിരിക്കുക. ഫാഷൻ്റെ പിറകെ പോകുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചറിനെ ഒത്തിരി അതേപടി കണ്ണുമടച്ച് അനുകരിക്കുന്നു. ഭാരതത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ നന്മ കൊടുക്കുന്ന കൾച്ചറാണ്. ആ കൾച്ചറാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു നല്ല കൾച്ചറുണ്ട്. നമ്മൾ പഠിക്കാനായി പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പുറത്തു പോകുന്നു. നമ്മുടെ ഒരു കുഴപ്പം, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാം, നമ്മൾ ഏത് രാജ്യത്ത് ചെല്ലുന്നോ അവിടുത്തെ സംസ്കാരം പെട്ടെന്ന് നമ്മുടേതാക്കും. സ്ത്രീകളുടെ ഒരു കുഴപ്പം. ഈ പുറം രാജ്യങ്ങളിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിലോ അങ്ങനെ പല രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ, ഇവിടെ വരുമ്പോൾ മദാമ്മമാരിടുന്ന ഡ്രസ്സ് നമ്മുടെ പെണ്ണുങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇടും. അവർ പള്ളിയിൽ എല്ലാ ഇതും കാണിച്ചിട്ട് വരും. പക്ഷെ ആണുങ്ങൾ മാറുന്നില്ല. അവരെങ്ങനെയായാലും പള്ളി ഇടാൻ വേണ്ടി നമ്മുടെ 3-4 മുണ്ടും ഷർട്ടും കൊണ്ടുപോയിരിക്കും. കേരള മുണ്ടും ഷർട്ടും ഇട്ട് അവർ സൺഡേ പള്ളി വരും. പക്ഷെ സ്ത്രീകളും കുഞ്ഞുങ്ങളും, പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അനുകരിക്കുന്നത്. അതിവിടെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അത് ആൺപിള്ളേർ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകളാണ് കൂടുതലും. ഇപ്പം അമ്മമാരാ പെൺകുട്ടികളെ ഇങ്ങനെ നടത്തുന്നത്. ചിലപ്പോൾ എനിക്ക് ചില കുട്ടികളെ കാണുമ്പോൾ തോന്നാറുണ്ട്, ഇതിനൊക്കെ അമ്മയപ്പനും ഇല്ലേ, വെറുതെ ഇറക്കി വിട്ടിരിക്കുകയാണോ, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മകള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, ശരീരഭാഗങ്ങളൊക്കെ മറച്ചാണോ പുറത്തു പോകുന്നത്, അവൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഉതകുന്ന നല്ല ഡ്രസ്സാണോ അവൾ ധരിച്ചിരിക്കുന്നത്, ഇതൊക്കെ നോക്കി വേണം പുറത്തോട്ട് വിടാൻ. അത് തീർച്ചയായും അത് അമ്മയുടെ കടമയാണ്. ഒരു അമ്മ എങ്ങനെയോ അങ്ങനെയാണ് പെൺകുട്ടികൾ പരിശീലിപ്പിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് വസ്ത്രധാരണ അല്ലെ അവരുടെ ഓർണമെന്റ്സ് അല്ലെങ്കിൽ അക്സസറീസ് അല്ലെ മുടി ചീക്ക്, മുടി ഒക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മുടിയൊന്നും ചീകാൻ വേണ്ടൊന്നും ചെയ്യും, ചുമ്മാ അങ്ങ് ഇട്ടുകൊണ്ട് നടക്കുക. കുളിക്കുന്ന വടി കൈകൊണ്ട് 2 കോതി അങ്ങ് പോയാൽ മതി. പിന്നെ കൊച്ചുനാളിലെ മുതൽ കുട്ടികളെ ഇട്ട് ശീലിപ്പിക്കുന്ന ഡ്രസ്സ്, അതിനും ഒരു ഇതുണ്ട്. ഇപ്പം ഒരു പെൺകുട്ടിയെ ആൺകുട്ടികളുടെ ഡ്രസ്സ് തന്നെ ഇട്ട് ശീലിപ്പിക്കുക, ഷോർട്ട്സും ടീഷർട്ട് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ബനിയൻ ഇങ്ങനെ മാത്രം. അപ്പം അതും കുട്ടികളെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നറിയോ. ഇവര് പലരും ഇപ്പൊ പിള്ളേരുടെ എണ്ണം വളരെ കുറവല്ലേ, 1-2 എണ്ണേ ഉള്ളൂ. ഒരാണും ഒരു പെണ്ണുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടായി വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, 2 പെണ്ണും 2 ആണും ആകും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ ആണിനെ രണ്ടാമതുണ്ടാകുന്ന ആണിനെ ഒരു പെണ്ണിന്റെ വേഷം കടിച്ച് എടി മോളേന്ന് അങ്ങ് വിളിക്കുക, പെണ്ണാണെങ്കിൽ എടാ മോനേന്ന് വിളിക്കുക. പിന്നെ പിള്ളേർ തമ്മിൽ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ, എടാ വാടാ പോടാ, അങ്ങനെയല്ലേ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ മോനെ അങ്ങനെയൊക്കെയാ വിളിക്കുക. അപ്പൊ അതെനിക്ക് തോന്നുന്ന ഇതാണ്, ആംഗ്ലമാരില്ല, അപ്പൊ എടാന്ന് വിളിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെ എടീന്ന് വിളിക്കാനുള്ള ഒരു ആഗ്രഹം. ഇതാ മാതാപിതാക്കളുടെ സാറ്റിസ്ഫാക്ഷൻ. പിള്ളേർക്ക് അറിയില്ലല്ലോ, പിള്ളേർക്ക് ഏത് വിഷയം ഒരുപോലെ ആ പ്രായത്തിൽ ഇട്ട് ശീലിക്കുന്ന ആ വസ്ത്രങ്ങൾ തന്നെ അവർ പിന്നീട് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവരെ വളർത്തുന്ന ചിലപ്പോൾ ചില പെൺകുട്ടികളെ ആണായിട്ടായിരിക്കും, അതാ ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലെ ആൺതരിയായിട്ടായിരിക്കും വളർത്തുന്നത്, ബോൾഡായിട്ട്. അപ്പൊ വസ്ത്രധാരണമൊക്കെ അതെ. അതുപോലെ തന്നെ ഇപ്പൊ എന്നാ പറയാ, പിള്ളേർക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അവര് ഈ പ്രോജക്റ്റ് വർക്കും മറ്റേതും മറിച്ചതായിട്ട് 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ വരുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ് ഈ മുടിയൊക്കെ കട്ട് ചെയ്തേക്കാമെങ്കിൽ എളുപ്പമുണ്ടല്ലോ.
ചീകണ്ട, പേൻ പിടിപ്പിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആൺകുട്ടികൾ മുടി വളർത്തുന്നുണ്ട്. പിന്നെ ഓരോ ഫിലിമൊക്കെ വരുമ്പോൾ എല്ലാം നേരെ തിരിച്ചായി. എല്ലാം പെൺകുട്ടികൾ മുടി വെട്ടുന്നു, ആൺകുട്ടികൾ മുടി നീട്ടുന്നു. എല്ലാം പോലെ മുടി മുട്ടയടിക്കും. ഒരു ദിവസം മുട്ടയടിച്ച് പിറ്റേ ദിവസം പിന്നെ താടിയിലാണ് അവരുടെ കൂടുതൽ കൂടുതലും പരിപാടികൾ. ചിലപ്പോൾ ഇവിടെ ശകലം കാണും, ചിലപ്പോൾ ഇവിടെ ഒത്തിരി കാണും, ചിലപ്പോൾ ഇവിടെ കാണും. അതെ, ഇത് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആൺപിള്ളേർ ഇടുന്ന ഡ്രസ്സ് അതിൽ എഴുതി വെച്ചിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പല ടീഷർട്ട്സും ഒക്കെ. അത് ആൺപിള്ളേരെന്ന് മാത്രമല്ല, ചില പെൺപിള്ളേരാണല്ലോ ഇടുന്നുണ്ട്. പിന്നെ അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാ. ഫാഷന്റെ പേരിൽ അങ്ങനെ എന്തും കാണിക്കണ്ട. അത് ആൺപിള്ളേർ ശ്രദ്ധിക്കണം, പെൺപിള്ളേർ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ ഖുർആനെ കൊള്ളാൻ വരുമ്പോഴത്തേക്ക് പിന്നെ ഹഗ്മി എന്നൊക്കെ പറഞ്ഞത് അത്രയും ബനിയനും ഇട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അച്ഛന് ഖുർആൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ നേതാവല്ലേ, അച്ഛൻ്റെ ഉത്തരവാദിത്വം അത് അച്ഛന് മാത്രം പറ്റും. ഞാനും പറയാറുണ്ട് പിള്ളേരോട്, ഷോള് നല്ല സാധനമല്ലേ, ഷോൾ എന്തിനാ, ഇത് മറിക്കാനുള്ള സാധനമാണ്. പക്ഷെ അത് പെടലേ കൂടെ വെക്കുന്നു, അല്ലെ ഈ സൈഡിൽ കൂടെ വെക്കുന്നു, അതിനോട്ട് എന്തെല്ലാം പരിപാടികളാണ് കാണിക്കുന്നത്. അതും ഒരു എനിക്ക് തോന്നുന്നത് കുഴപ്പം പിടിച്ച കാര്യം. അത് വേണ്ടിടത്ത് ഇടാൻ പിള്ളേരെ ശീലിപ്പിക്കുക. ഈ പച്ച കുത്തുക, പുറത്ത് കുത്തി വെച്ചിട്ട് അത് കാണിച്ചുകൊണ്ട് നടക്കുക. ഇപ്പോഴത്തെ പിള്ളേരെ പെൺകുട്ടികൾ പലരും പച്ച കുത്തിയിട്ട് ഇറക്കമുള്ള ഇതിട്ടിട്ട് അത് കാണിച്ചു നടക്കുക. അവിടെ എന്തൊക്കെ അവർ എഴുതി വെക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു. ഫാഷൻ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും വേണം. അത് ചെറുപ്പക്കാരാണ് വിചാരിക്കുക. അത് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ മുതിർന്ന തലമുറ വിചാരിക്കേണ്ടത് ഫാഷൻ്റെ പേരിൽ പിള്ളേർ പിഴയാണ്, വൃത്തികെട്ടവരാണ്, അങ്ങനെ അവരെ അധിക്ഷേപിക്കാതിരിക്കുക. നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. കൊച്ചു നല്ലതായിട്ട് ഒരുങ്ങി വന്ന് വരുമ്പോൾ നല്ലതെന്ന് പറയാനായിട്ട്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഇട്ടത് കൊണ്ട് അത് അഴുക്കാണെന്ന് പറയണ്ട. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഇട്ടത് കൊണ്ട് ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അവരാണ് സെലക്ട് ചെയ്യുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. അത് പാടില്ല. കുട്ടികളുടെ ഇഷ്ടങ്ങൾ, എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അവർ രണ്ടുപേരുടെ ഒരു ആലോചന എടുത്തിട്ട് അത് നന്നായി ചെയ്തു കൊടുക്കുക. പിന്നെ ഒത്തിരി പണം നമ്മുടെ വരുമാനത്തിനപ്പുറം പിള്ളേർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അയലോക്കത്തെ വീട്ടിലെ കൊച്ചിട്ടു, അല്ലെ ഇവിടുത്തെ പെണ്ണിട്ടു, അല്ലെ അവിടുത്തെ കൊച്ചി ഇങ്ങനത്തെ സ്കേർട്ട് ഇട്ടു, അല്ലെ അവരിട്ടിരിക്കുന്നത് ഇതാണ്, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പിള്ളേർ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാതിരിക്കുക. ഒരു മിതത്വം പാലിക്കണം. ഈ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ മൂത്തതിന്റെ ഡ്രസ്സ് താഴത്ത് ഇടുമായിരുന്നു. ഇപ്പൊ ചേട്ടനിയന്മാരുടെ മക്കളുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ചെറുതായാലും നമ്മൾ അവിടെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ പിള്ളേർക്ക് അതൊക്കെ നാണക്കേടാ. പിള്ളേർ അങ്ങനെ ആരുടെ ധരിക്കത്തൊന്നും ഇല്ല. ഇപ്പോഴത്തെ സിംഗിൾ പാരന്റിങ് ഒത്തിരി ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ പോലും അച്ഛന്മാർ വളർത്തുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലാണ്. അമ്മ ഇല്ല സ്ഥലത്ത്, അമ്മ ജോലിക്കായിട്ട് പുറത്തു പോകും, അല്ലെങ്കിൽ പിണങ്ങി വേറെ താമസിക്കുകയായിരിക്കും. അച്ഛൻ്റെ കൂടെ വളരുന്ന പിള്ളേർ ഒത്തിരിയുണ്ട്. അവർ ഈ പറയുന്നത് പോലെ വസ്ത്രധാരണത്തിന്റെ രീതിയെല്ലാം അച്ഛന് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിക്കപ്പുറം അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് തിരിച്ച് ആൺപിള്ളേരെ അമ്മമാര് വളർത്തുമ്പോഴും ഉണ്ടാകുന്നതാണ്. അമ്മയ്ക്കൊരു പരിധി കൂടുതൽ. പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയാൽ മതി. നമ്മുടെ പിള്ളേരെല്ലാം നല്ലവരാന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ. പിള്ളേരൊന്നും അത്ര മോശമൊന്നുമല്ല. അവരെ ചെറുപ്പം മുതലേ നമ്മൾ വളർത്തിയെടുത്ത് അവർക്ക് അത്യാവശ്യം നമുക്ക് ഇത്ര വരുമാനം, അതിനനുസരിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ നീ പള്ളി പോകുമ്പോൾ ഇങ്ങനെ പോകണം, പള്ളി പിന്നെ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ് നീ അങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കണം, അത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫാഷന്റെ പേരിൽ പിള്ളേരെല്ലാം പഠിച്ചു പോയേ എന്നുള്ള മുതിർന്ന തലമുറയുടെ കരച്ചിലങ്ങ് മാറും. പിന്നെ ചെറിയ തലമുറ അവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അവർ കുറച്ചുകൂടെ നീറ്റായിട്ട് വസ്ത്രം ധരിക്കാനും അവരെ നന്നായി പ്രസന്റ് ചെയ്യാനും അതുവഴി അവരുടെ ആത്മവിശ്വാസം കൂടാനും ഒക്കെ കാരണമാകും. അങ്ങനെ കാരണമായി ഒരു നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള മക്കളെ കാണാൻ ഇഷ്ടമല്ലേ നമുക്ക്. പിള്ളേർ നന്നായി നടക്കുന്ന കാണാൻ ആർക്കാ ഇഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെ നന്നായി നടക്കുന്ന പിള്ളേരെ കാണാൻ നമുക്ക് മുതിർന്ന തലമുറയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവാൻ അത് കാരണമാകും. ചുരുക്കത്തിൽ വസ്ത്രധാരണം എപ്പോഴും മോഡേൺ ആയിരിക്കണം, ട്രെൻഡി ആയിരിക്കണം. അതേസമയം അത് മാന്യതയ്ക്ക് ഉതകുന്നതായിരിക്കണം. ഒരിക്കലും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് വസ്ത്രധാരണം നടത്തേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.